വീട് കൊള്ളാലോടി. ഇതെനിക്ക്, അതും എനിക്ക്. അയ്യടാ, ആദ്യത്തെ നീ എടുത്തോ, ഇതെനിക്ക്. പൊക്കം കൊണ്ട് കറക്റ്റാ. താഴെയോ മോളിലോ? അത് സൂര്യ വന്നാലേ അറിയൂ. നമ്പർ കൂടുതലുണ്ടെന്നാ തോന്നണേ. ഓരോരുത്തർ 2 വെച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അളിയാ 3 വരെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഇരിക്കൂ. നമ്മുടെ ഉദ്ഘാടനം കളിക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ ഹൈഡ് ഔട്ട്? മാത്രമാണെന്ന് പറഞ്ഞപ്പോ ഹൗസ് ഓണർ ആദ്യം സമ്മതിച്ചേയില്ല. പിന്നെ ഒരു 25,000 ചെക്ക് അങ്ങ് വീശി. ഓക്കെ, ഇതാ താക്കോൽ. ഐശ്വര്യമായിട്ട് കയറിക്കോ. കം ഓൺ. നോ അഡ്മിഷൻ ഫോർ മെയിൽ പിക്സ്. ഒരു സൈൻ ബോർഡ് ഇവിടെ. പിന്നെ ദേ ഈ പോസ്റ്റർ ഇങ്ങനെ ഇവിടെ. എന്റർ അറ്റ് യുവർ ഓൺ റിസ്ക്. ഓക്കെ? ഇവളുമാരെന്തിനാ വാരസ്യാരുടെ വീടിന്റെ മേലിലോട്ട് കയറിപ്പോയത്? കുറെ നാളായി ടുലറ്റ് ബോർഡ് തൂങ്ങണ കണ്ടില്ലേ? ഇപ്പൊ അത് കാണാറില്ല. അപ്പൊ അവളുമാരത് വാടകയ്ക്കെടുത്തു. എങ്കി കലക്കി. പ്രേമത്തിന്റെ പൂക്കാലം. നമ്മുടെ നല്ല തീ കോരിയിട്ട പിശാചുക്കളത്. അവരുമായൊരു ഫ്രണ്ട്ഷിപ്പിന് ഞാനില്ല. ഓ, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ല് ഫ്രണ്ട് ആവാൻ. നീയൊക്കെ തൊഴിൽ ഇത് ജീവിക്കാൻ പഠിക്കണ. യൂറോപ്യൻ ക്ലബിലെ പ്രോഗ്രാമിംഗിൽ നമുക്ക് കലക്കണം. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അവളുമാര് ജീവിക്കാൻ സമ്മതിക്കില്ലെന്നോ തോന്നണേ. പാടാ. ഹലോ, അതെ, അതിലത്തെ ആൾക്കാരുണ്ട്. അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കിടന്ന് കൊലവിളി വിളിക്കില്ലല്ലോ. നിനക്കൊക്കെ അതേ അറിയൂ. ഞങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാ. മ്യൂസിക് ഞങ്ങൾ ഇന്നലെ കേട്ടതല്ലേ? ഇവര് മനസ്സിലായില്ലേടി? ദ ന്യൂ വോയിസ് ഓഫ് ഫൂൾ. ഹേയ്, ഹലോ ഹലോ, പ്ലീസ് ഗോ ഔട്ട്. ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പൊക്കോളാം. അല്പം വോളിയം കുറച്ചാൽ മതി. ഇതേ ഞങ്ങളുടെ ഹോബിയാ. എങ്കിൽ ഗാനമേള ഞങ്ങളുടെ തൊഴിലാ. ആട്ടം നിർത്ത്, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോട്ടെ. അതെ, പറഞ്ഞ വാടക കൊടുത്ത് എടുത്ത വീടാ ഇത്. ഇവിടെ ഞങ്ങൾ ആടും പാടും ചാടും ഓടും. നിങ്ങൾ ആരെ ചോദിക്കാൻ? അതെ, പണം കൂടുന്തോറും ഉടുപ്പിന്റെ ഇറക്കം കുറയോ? സൗകര്യം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. Who are you to ask? ഏയ്, വോളിയം കൂട്ടടി. പറഞ്ഞാ കേട്ടൂടെ? അതെ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ട്രൂപ്പാ. അതിന്റെ ഉദ്ഘാടനം തന്നെ കൊളമാക്കി ഭംഗിയാക്കി തന്നു. അത് പിന്നെ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞോ മിസ്റ്റർ? ഞങ്ങൾ ഉടക്കാൻ വന്നതല്ല. നാളെ യൂറോപ്യൻ ക്ലബിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. യൂറോപ്യൻ ക്ലബിലോ? കഷ്ടപ്പെട്ട് കാല് പിടിച്ച് കിട്ടിയ പ്രോഗ്രാമാ. ദയവേദി സഹായിക്കണം. ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. നിങ്ങളുടെ കഴുതരാഗം കേട്ടിട്ടേ ഞങ്ങൾക്ക് പഠിക്കാനേ പറ്റണില്ല. കഴുതരാഗം കേട്ടിട്ട് പഠിക്കണ്ട, സ്വയം പാടിയാ മതി. താനേ വന്നോളും. അലവലാദികള്. ഇല്ലെങ്കിലോ? മറക്കേണ്ടതൊന്ന് മറക്കാതെ ഫാഷന്റെ പേരും പറഞ്ഞ് നാടിന്റെ മാനം കെടുത്താൻ നടക്കുന്ന വർഗ്ഗങ്ങള്. അല്ല, ആരെ കൊതിപ്പിക്കാനാ ഈ ആനച്ചമയം? ഇത് കേരളാണ്. മുംബൈ സംസ്കാരവും ലിമിറ്റിന് മതി. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് ഞങ്ങൾ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞാ മതി. രായ്ക്ക് രാമാനം പോലീസ് ഞങ്ങളെ പൊക്കും. സംശയമുണ്ടോ? സൂര്യശങ്കർ വിളിച്ചു പറഞ്ഞാലേ ഒരു ബറ്റാലിയൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. അപ്പൊ ഞങ്ങൾ തുറന്നങ്ങോട്ട് സമ്മതിക്കും. എന്തോന്ന്? നിങ്ങൾ 6 ഞങ്ങൾ മാറി മാറി പീഡിപ്പിച്ചു. പിന്നെ തിങ്കളാഴ്ച പീഡനം, ചൊവ്വാഴ്ച വാണിപോ, ബുധനാഴ്ച പീഡനം, വ്യാഴാഴ്ച വാണിപോ. പത്രക്കാർക്ക് ഒരു വാർത്തയും കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ആവും. ഇത്രയും കൂടെ ഇറക്കം കുറച്ചാലേ പത്രം കൂടുതൽ ചിലവാദം ചെയ്യും. വെറുതെ ആണുങ്ങളോട് കളിക്കല്ലേ മോളെ, വിവരം അറിയും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എവിടെ പ്രോഗ്രാം? ഇന്നലെ പറഞ്ഞില്ലേ, യൂറോപ്യൻ ക്ലബില്. അയ്യോ, ആ പ്രോഗ്രാം ക്യാൻസൽ ആയല്ലോ. ക്യാൻസൽ ചെയ്യുന്നോ? ആര് പറഞ്ഞു? എന്റെ ഡാഡി പ്രസിഡന്റ് ആയുള്ള ക്ലബില് ഏത് ട്രൂപ്പ് പാടണമെന്ന് ഈ സൂര്യശങ്കർ തീരുമാനിക്കും. ക്രേസി ജോൺ ഫ്രം ബാംഗ്ലൂർ ഈസ് സിംഗിങ് ടുനൈറ്റ്. കേൾക്കണമെങ്കിൽ വന്നോളൂ, പാസ് തരാം. ഓക്കെ? All the best. But I am sorry, very sorry, extremely sorry. ഒരു കേന്ദ്രമന്ത്രിയുടെ ഫ്ലൈയിങ് വിസിറ്റ് പോലെയായിരുന്നു പ്രോഗ്രാം. അതുകൊണ്ട് ഗാനമേളയുടെ ഉദ്ഘാടനത്തിന് വരാൻ സാധിച്ചില്ല. ഐ ആം ജെനുവിൻലി സോറി. യാത്രയുടെ തുടക്കം കൽക്കട്ടയിൽ നിന്നായിരുന്നു. അവിടുന്ന് ഹൈദരാബാദ്, സെക്കൻഡറാബാദ്, അവിടെ നിന്ന് ബാംഗ്ലൂർ, മൈസൂർ, മദ്രാസ്, മധുര, കോയമ്പത്തൂർ വഴി പാലക്കാട് ക്രാഷ് ലാൻഡ് ചെയ്തു. എല്ലാം എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ. ഇനി ഒരു 3-4 ദിവസം
ജപ ജപ എന്ന് അടിച്ചു പൊളിക്കണം. എത്ര ബിസി ആയിരുന്നെങ്കിലും അച്ഛൻ പ്രോഗ്രാമിന് വരുമെന്ന് കരുതി. അതിനല്ലേ മോനെ അച്ചായൻ പല ടൈപ്പിൽ സോറി പറഞ്ഞത്. നല്ല ജീപ്പ്. പാട്ടും പാടി പി ഊതി നടന്നാലൊന്നും കാശ് കൊടുത്ത് ഓട്ടോമൊബൈൽസ് വാങ്ങിക്കാൻ പറ്റില്ല നീയ. അധ്വാനിക്കണം, ചോര നീരാക്കണം, എല്ലുമുറിയെ പണിയെടുക്കണം. വെറുതെ പണിയെടുത്താ പോരാ, ബുദ്ധിപൂർവ്വം പണിയെടുക്കണം. എങ്കിൽ കാറും ജീപ്പും ഒക്കെ ജപ ജപാന്ന് വീട്ടിന്റെ മുറ്റത്ത് വരും. ഇവിടെ സംഗതി ആ കൊള. ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ. എന്തിന്? 10-16 വർഷം കഠിനയുടെ ഉറപ്പാ. നിങ്ങൾ ടെൻഷൻ ആക്കാതെ കാര്യം പറയടേ. ഒരുത്തിയെ തട്ടണം. പ്രായം 18-19. കാണാൻ മാടി പൊളിയാ. എന്നാ തട്ടണ്ടടേ, കെട്ടാൻ നോക്ക്. അങ്ങനെയൊന്നും വീഴുന്ന സൈസ് അല്ല അവള്, ഏതോ കോടീശന്റെ വിത്താ. അപ്പൊ നമ്മുടെ ടൈപ്പ് തന്നെ. ഈ കോടീശ്വരൻ ഈ നാട്ടിലുള്ളതാണോ? അതെ. അയ്യോ, ഈ മഹേന്ദ്ര ജീപ്പ് അവളുടെ തന്തയുടേതായിരിക്കൂടെ? അപ്പത് കട്ടതാണോ? അല്ല, ഓസ്. ആ വർഷാപ്പുകാരൻ ചെല്ലപ്പ മേസ്ത്രിയുടെ കാരുണ്യം കൊണ്ട് അനിയ സീലോയും സുമോയും കോണ്ടസയും സെന്നും ഒക്കെ എടുത്ത് വിലസുന്നത്. മേസ്ത്രിക്ക് ഒരു പൈന്റ് വാങ്ങി കൊടുത്താൽ മതി, വല്ലവന്റെ വണ്ടി അത്യാവശ്യത്തിന് അച്ചായന് ഫ്രീ. ചിരിക്കാൻ വരട്ടെ. രൂപ 10,000 ജപ ജപ നെണ്ണി വാങ്ങിച്ചല്ലോ. ഗാനമേള എവിടം വരെ ആയി? അച്ചായ, ഇനി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അവളെ തട്ടണം. അങ്ങനെയാണെങ്കിൽ അവളെ തട്ടണം. ആമ്പിള്ളേരോട് കബഡി കബഡി കളിച്ച് അവൾക്ക് ശീലമുണ്ടാവില്ല. അതാണ് ബാറ്ററി ഫുൾ ചാർജിൽ കിടക്കുന്നത്. റീചാർജ് ചെയ്താലും പ്രയോജനമില്ലാത്ത കണ്ടംപ്റ്റ് സ്റ്റേജിൽ ജപ ജപാന്ന് അവളെ എത്തിക്കാം. അത് ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായൻ ഏറ്റു. പക്ഷേ മണി പവറിനോട് മുട്ടി ജയിക്കാൻ മണിയായിട്ട് വേണം. ഒരു അട്ടിമറി. അട്ടിമറിയോ? യൂറോപ്യൻ ക്ലബിൽ ഇന്ന് നമ്മൾ പാടണം, ആടണം, ചാടണം. VIPസിന്റെ റോയിൽ അവളുടെ തൊട്ടടുത്തായി VVIP ആയി ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായനും ഉണ്ടാവണം. അതെങ്ങനെ? അതല്ലേ പറഞ്ഞത്, മണി വേഴ്സസ് മണി. പണം വേണം. തട്ടിപ്പ് നടത്തി കഴിയുന്നവനെ വെട്ടിച്ച് കാശുണ്ടാക്കണം ഇൻ ഷോർട്ട് ടൈം. അങ്ങനെ ചാക്കിലാക്കി കാശൊപ്പിക്കാൻ പറ്റിയ ഇഡിയോട്ടിക് സമ്പന്നൻ, ജനസേവകൻ ആരുണ്ട് ഇപ്പഴി? ഒരു മുൻമന്ത്രി മതിയോ? ഓക്കെ, അയാൾ ആരാന്ന് പറയൂ. കോഴിത്തീറ്റ കേസിൽ മന്ത്രിസ്ഥാനം പോയ ഒരാളുണ്ട്, എഴുപുന്ന മത്തായി. അയാളുടെ വീക്ക് പോയിന്റ്? ഹലോ ഹലോ, മത്തായി സാറല്ലേ? അതെ, ഞാൻ മാമച്ചൻ. ഏത് മാമച്ചൻ? സാറന്നെ അത്ര വേഗം മറന്നോ? ഒരു കാഴ്ചയുണ്ടേ, ഫ്രഷാ. എടോ, ഞാനതൊക്കെ നിർത്തി. ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയതിനാ എന്റെ 2 സഹപ്രവർത്തകർ അകത്തായത്. ഈ കേസ് കെട്ട് നമുക്ക് വേണ്ടേ? 18 താഴെ പീഡനം, 18 മുകളിൽ വാണിപ്പം. സാറേ, ഇതെന്റെ പേഴ്സണൽ കേസാ, ഒന്ന് നോക്ക്. പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക്. എന്താ നിന്റെ പേര്? ശ്രീദേവി. ആ പേര് ഇത്തിരി പെശകുള്ള പേരാണല്ലോ. സാറിന്റെ പേരെന്താ? അത് മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റിൽ ചേർക്കാൻ. എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ. ആ, ഇരി. അതെ, നിനക്ക് എത്ര വയസ്സായി? ഇതാ സാറേ SSLC ബുക്ക്. എനിക്ക് 18 തികഞ്ഞു.